എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 5 ശ്ലോകം 18, 19, 20, 21, 22 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ദുർവാസസ് മഹർഷി അംബരീഷ മഹാരാജാവിനെ വാനോളം പുകഴ്ത്തിയതിനു ശേഷം മഹാരാജാവ് അദ്ദേഹത്തിന് ഭോജനം കൊടുക്കുകയാണ്, വിളമ്പി കൊടുക്കണം. 1 വർഷം ആണ് കാത്തു നിന്നത് അംബരീഷ മഹാരാജാവ് ദുർവാസസിന് വേണ്ടിയിട്ട്. അങ്ങനെ ദുർവാസസ് വളരെ സന്തോഷപൂർവ്വം ഭുജിച്ചിട്ട് മഹാരാജാവിനോട് ഭക്ഷിക്കാനായിട്ട് പറയാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഗംഗണപതയേ നമഃ. സംസരസ്വതി നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. രാജാ തം അകൃതാഹാര പ്രത്യാഗമനകാംക്ഷയാ ചരണാവുപസംഗൃഹ്യ പ്രസാദ്യ സമഭോജയൽ. പ്രത്യാഗമനകാംക്ഷയാ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ നിമിത്തം അകൃതാഹാര രാജ ചെയ്യപ്പെടാത്ത ആഹാരത്തോടുകൂടിയ രാജാവ് ചരണവും പാദങ്ങളെ ഉപസംഗ്രഹിച്ചിട്ട് പ്രസാദിപ്പിച്ചിട്ട് തം സമഭോജയൽ അദ്ദേഹത്തെ പൂജിപ്പിച്ചു. ദുർവാസസ് മഹർഷി മടങ്ങി വരാതിരിക്കില്ല എന്നുള്ള വിശ്വാസം നിമിത്തം രാജാവ് ഇത്ര കാലം ആഹാരം കഴിക്കാതെ ഇരുന്നു. 1 വർഷം ആ മടങ്ങി വന്ന മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ച് അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിപ്പിക്കുകയാണ്. പിന്നെ സോഷിത്വാധൃതമാനീതം ആതിഥ്യം സാർവകാമികം തൃപ്താത്മാ നിർവതിം പ്രാഹ പൂജ്യതാം ഇതി സാദരം. ആദൃതം ആദരപൂർവമായും സാർവകാമികം സർവകാമങ്ങളോടുകൂടിയും ആനീതം ആതിഥ്യം ആനയിക്കപ്പെട്ടിരിക്കുന്ന ആതിഥ്യത്തെ സ അദ്ദേഹം അശിത്വ ഭക്ഷിച്ചിട്ട് തൃപ്താത്മാ തൃപ്തമായ ആത്മാവോടുകൂടിയവനായി പൂജ്യതാം ഇതി പൂജിച്ചാലുമെന്ന് നൃപതിം രാജാവിനോട് സാദരം പ്രാഹ ആദരപൂർവം പറഞ്ഞു. എല്ലാ ഷഡ്രസോഭേദങ്ങളായ അത്രയും വിഭവസമൃദ്ധമായ സദ്യയാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങള് രാജാവ് മുനിയുടെ സന്നിധിയില് വളരെ ആദരപൂർവം കൊണ്ടുവന്ന് സമർപ്പിച്ചു. യഥേഷ്ടം എല്ലാം ഭക്ഷിച്ചു. തൃപ്തനായിട്ട് വളരെ സംതൃപ്തിയായി അദ്ദേഹത്തിന് രാജാവിനോട് പറയാണ്, ഇനി അങ്ങ് ഭക്ഷണം കഴിച്ചാലും. അദ്ദേഹത്തിന് തന്നെ വളരെ കുറ്റബോധമുണ്ട്. 1 വർഷം കാത്തിരുന്നിട്ട് എന്നിട്ടും വന്ന് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അല്ലേ, ഞാൻ വരാൻ വൈകിയോ, ക്ഷമിക്കണേ എന്ന് അങ്ങോട്ട് പറയേണ്ടതിന് പകരം അദ്ദേഹം അല്ലേ അങ്ങനെയല്ലേ ചെയ്തത്. ആ ഒരു മനസ്സിലെ ആ വിഷമം കൊണ്ട് അദ്ദേഹം ആദരപൂർവം മഹാരാജാവിനോട് ഇനി അങ്ങ് ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, പ്രീതോസ്മി അനുഗൃഹീതോസ്മി തവ ഭാഗവതസ്യ വൈ ദർശനസ്പർശനാലാപൈ ആതിഥ്യേനാത്മമേധസ. ഭാഗവതസ്യ ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന തവ അങ്ങയുടെ ദർശനസ്പർശനാലാപൈ ദർശനം സ്പർശനം ആലാപം എന്നിവ കൊണ്ടും ആത്മമേധസ ആത്മാവിൽ ബുദ്ധിയോടുകൂടിയും ഇരിക്കുന്ന ആതിഥ്യന അതിഥി സൽക്കാരം കൊണ്ടും പ്രീത അസ്മി പ്രീതനായിട്ട് ഭവിക്കുന്നു. അനുഗ്രഹീത അസ്മി അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു. പിന്നെയും ദുർവാസസ് മഹർഷി പറയാണ് മഹാരാജാവിനോട്, ഭഗവാന്റെ പ്രിയഭക്തനായിരിക്കുന്ന അങ്ങയുടെ ദർശനം ലഭിച്ചതുകൊണ്ടും അംഗസങ്കല്പം കൊണ്ടും സംഭാഷണം കൊണ്ടും പരമാത്മഭാവനയോടുകൂടിയ അതിഥി സൽക്കാരം കൊണ്ടും ഞാൻ വളരെ സംപ്രീതനായി മഹാരാജാവേ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതിനായിട്ട് ഭവിച്ചു, ഞാൻ അനുഗ്രഹീതനായി അങ്ങയുടെ ഈ സമ്പർക്കം കൊണ്ട് എന്ന് പറയുന്നു. കർമാവദാതമേതൽത്തെ ഗായന്തി സ്വസ്ത്രിയോ മുഹു കീർത്തിം പരമപുണ്യാം ച കീർത്തയിഷ്യതി പൂരിയം. അവതാതം പരിശുദ്ധമായിരിക്കുന്ന തേ കർമ്മ അങ്ങയുടെ കർമ്മത്തെ സ്വസ്ത്രീയ സ്വർഗത്തിലുള്ള സ്ത്രീകൾ മുഹു ഗായന്തി പിന്നെയും ഗാനം ചെയ്യും. പരമപുണ്യാം പരമപുണ്യായിരിക്കുന്ന കീർത്തിയെ ഇയം ഈ ഭൂമി കീർത്തയിഷ്യതി കീർത്തിക്കും. സന്തുഷ്ടനായിട്ടുള്ള ദുർവാസസ് മഹാരാജാവിനെ പിന്നെയും ഇങ്ങനെ അനുഗ്രഹം വർഷങ്ങൾ ചൊരിയാണ്. എന്റെ പ്രാണനെ രക്ഷിച്ച അങ്ങയുടെ ഈ പരിശുദ്ധ കർമ്മത്തെ
സ്വർഗത്തിലുള്ള സ്ത്രീകൾ അടിക്കടി ഗാനം ചെയ്യും. പരമപുണ്യായിരിക്കുന്ന അങ്ങയുടെ കീർത്തി ഭൂലോകത്തിലുള്ള ജനങ്ങൾ കീർത്തിക്കുകയും ചെയ്യും. അങ്ങയുടെ ഈ കീർത്തി ഉണ്ടല്ലോ ഞാൻ സ്വർഗത്തിൽ മുഴുവൻ കീർത്തിക്കാനുള്ള ഇടയാക്കും. ആ സ്വർഗ സ്ത്രീകൾ പറഞ്ഞു നടക്കും, കീർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭൂമിയിൽ മുഴുവൻ ഞാൻ നടന്നു പറയും അങ്ങയുടെ കീർത്തി. ഭൂമിയിൽ മുഴുവൻ അങ്ങയുടെ ഈ കീർത്തി ജനങ്ങള് കീർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. ശ്രീശുക ഉവാച ഏവം സങ്കീർത്യ രാജാനം ദുർവാസ പരിതോഷിത യയൗ വിഹായ സാമന്ത്ര്യ ബ്രഹ്മലോകം അഹൈതുകം. പരിതോഷിത ഏറ്റവും സന്തോഷിക്കപ്പെട്ട ദുർവാസസ് രാജാവിനെ ഏവം സങ്കീർത്തിയ ഇപ്രകാരം സങ്കീർത്തിച്ചിട്ട് ആ മന്ത്രിയ യാത്ര പറഞ്ഞ് അഹൈതുകം ഹേതുവാദികളല്ലാതിരിക്കുന്നതായ ബ്രഹ്മലോകത്തെ വിഹായസായയോ ആകാശത്തിൽ കൂടി ജ്ഞാനം ചെയ്തു. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, അങ്ങനെ അംബരീഷ മഹാരാജാവിന്റെ ആദരപൂർവമായിട്ടുള്ള നമസ്കാരം സൽക്കാരം ഇതുകൊണ്ടൊക്കെ വളരെ സന്തുഷ്ടനായി ദുർവാസ മഹർഷി. അദ്ദേഹത്തിന്റെ മേലെ പ്രശംസകൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പറ്റി എത്ര പ്രശംസിച്ചാലും മതിയാവണില്ല അദ്ദേഹത്തിന്. അങ്ങനെ ഇത് സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ സ്ഥലത്തും നടന്നു പറയണം ഈ മഹാരാജാവിനെ പറ്റി. ഇങ്ങനെ ഒരു മഹാരാജാവ് ലോകത്തിൽ വേറെ ഇല്ല. അതാണ് അദ്ദേഹത്തിന്. ഇത് എല്ലാവരും അറിയണം, എല്ലാവരോടും പറയണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആകാശമാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലേക്കാണ് പിന്നെ പോയത്. എന്തുകൊണ്ടാണ് ബ്രഹ്മലോകത്തിൽ പോയത് എന്ന് പറയുന്നു. അവിടെ തർക്കത്തില് വെറുതെ ഇങ്ങനെ പ്രതിവാദം ചെയ്തിരിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരെ ഇപ്പൊ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വാദപ്രതിവാദം ചെയ്യുന്നവരോട് ഈ ഈശ്വര മഹാത്മ്യത്തിനെയും പിന്നെ ഭക്തന്മാരുടെ അസാധാരണ വൈഭവത്തെയും ഒക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവരോടൊന്നും പറയാതിരിക്കുക നല്ലത്. അപ്പൊ അവര് അതിനെ പുച്ഛിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള സദസ്സിൽ പറയരുത് എന്ന് തന്നെ പറയും. സന്ദർഭം നോക്കിയിട്ട് ഈശ്വര കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളൂ. അപ്പൊ ഇവര് ശ്രദ്ധിക്കുകയില്ല. അങ്ങനെയുള്ള അവർക്ക് അതിലൊന്നും അറിയുന്നില്ല. അവരുടെ ബുദ്ധി ആ ഈശ്വര ഇതിലേക്ക് പോവില്ല. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അതുകൊണ്ടാണ് ആ ബ്രഹ്മസദസ്സിൽ ചെന്നിട്ട് അവിടെ ചെന്ന് വിസ്തരിച്ചിങ്ങനെ പറയാണ് ദുർവാസ മഹർഷി. എല്ലാവരോടും നടന്ന് പറയുകയാണ് ഇത്രയും മഹാത്മ്യമുള്ള മഹാരാജാവിന്റെ ചരിത്രം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.